നേരെ അങ്ങോട്ട് നോക്കിയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആളാരാണ്? ഉറക്കത്തിൽ വിളിക്കുമ്പോ ഞാനാ ഫസ്റ്റ് പറഞ്ഞാണ് ശരിയല്ല. ഇന്ന് നമ്മൾ ഒരു ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനാണ് അമ്മേനെ അരസ്യനെ ഞാൻ ഇരുത്തിയിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് 3 പേരും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു അപ്പൊ ഇവർക്ക് പറ്റിയ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒളിഞ്ഞു നോക്കരുത്, അത് എനിക്ക് പറയാനുള്ളത്. നോക്കണണ്ട, നേരെ അങ്ങോട്ട് നോക്കിയിരുന്നോ രണ്ടുപേരും. ഇതിന്റെ റൂൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഇവർ ആൻസർ പറയണം. ആദ്യം പറയുന്ന ആൾക്കായിരിക്കും നമ്മൾ മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് ആർക്കാണോ കൂടുതൽ മാർക്ക് അവർക്ക് ഞാനൊരു ചെറിയൊരു സമ്മാനം കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ഏതാണ്? റെഡ്. ഓപ്ഷൻ പറയാം. ഓപ്ഷൻ പറയട്ടെ? ഓപ്ഷൻ വേണ്ടേ? ഓപ്ഷൻ പറയാം കേട്ടോ. പിങ്ക്, മജന്ത, ഗ്രീൻ, ഏതാണ് എന്റെ ഫേവറേറ്റ്? അതിപ്പോ മാറ്റിയതാണ്, പണ്ട് റെഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള. പണ്ടത്തെ അല്ലേ, ഇപ്പോഴത്തെ എന്റെ ഫേവറേറ്റ് ആണ് ചോദിച്ചത്. മനസ്സിലാ? രണ്ടുപേരുടെ ആൻസർ തെറ്റാണ്. മജന്തയാണ് എന്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് കളർ. ഇടക്കിടക്ക് മാറും. ഞാൻ കഴിഞ്ഞാണ് ഒരു മെറ്റീരിയൽ എടുത്തപ്പോ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു കല്യാണത്തിന് എന്റെ ഫേവറേറ്റ് കളർ മജന്തയാണ്, എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോഴത്തെയാണ്. ഞാൻ ഇവളോട് പറഞ്ഞാണ് പ്രത്യേകം എന്റെ കളർ എനിക്ക് ഏറ്റവും കൂടുതൽ ടീ ആണോ കോഫി ആണോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്? കോഫി. ഒരുമിച്ച് എന്താ പറഞ്ഞ ഒരുമിച്ചാണ് ഇവര് പറഞ്ഞത്. അമ്മ എല്ലാരും പറഞ്ഞത് ഒരുമിച്ചാ പറഞ്ഞത്. അപ്പൊ 0.5. ഓക്കെ, ഒരുമിച്ചാവുമ്പോ 0.5 മാർക്കേ ഉള്ളു കേട്ടോ നിങ്ങൾക്കുള്ളത്. എന്റെ വെയിറ്റ് എത്രയാണ്? 42. അമ്മയായിട്ടാണ് കഴിഞ്ഞാണ് ഞാൻ പോയി വെയിറ്റ് നോക്കിയത്. നമുക്ക് എന്റെ വെയിറ്റ് പോലും അറിയില്ല, എന്നിട്ടുള്ള കറക്റ്റ് പറഞ്ഞു. നമുക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. അപ്പൊ നിനക്ക് 1.5ഉം നമുക്ക് വെറും 0.5 മാത്രമല്ല. ഇല്ല, എനിക്ക് 42 ഉള്ളു. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം എന്താണ്? ഓപ്ഷൻ ഒന്നും ഇല്ല, ഇത് അങ്ങ് ഊഹിച്ച് പറയാൻ. ഇതൊക്കെ ഓപ്ഷനുള്ള കാര്യമാണ്. അതെന്താ ഞാൻ പറഞ്ഞു തരാമെങ്കിൽ നിനക്ക് നിങ്ങൾക്ക് എന്താ പേടിയുള്ളത്? പ്രയത്നല്ലേ? അപ്പൊ അതുപോലത്തെ ഒരു സംഭവമാണ് എനിക്കും പേടിയുള്ളതാണ്. അല്ല ഞാൻ പറയാം, പേടിയാ ഒറ്റക്കിരിക്കുമ്പോ. കള്ളൻ. റൈറ്റ് ആൻസർ. കാരണം ഞാനും എപ്പോഴും ഉറങ്ങുമ്പോഴത്തേക്കും പുറത്ത് എന്തെങ്കിലും സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കള്ളമെന്നൊന്നും പറഞ്ഞ് ഫാൻ യൂസ് എല്ലാം ഓഫ് ആക്കും, ലൈറ്റ് ഇടും. കള്ളൻ ഓടിക്കാൻ വേണ്ടി ലൈറ്റ് ഇടും. അത് നമുക്ക് അറിയണമല്ലോ, അമ്മയുടെ നമ്മൾ കിടക്കാറുള്ളത്. അത് രണ്ടാമത്തെ പേടി. ആദ്യമായിട്ടാണ് പ്രേതത്തിനെക്കാളും കള്ളനെ പഠിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എന്തിനാണ്? ഉറക്കത്തിൽ വിളിക്കുമ്പോ. ഉറക്കത്തിൽ വിളിക്കുമ്പോ. സത്യാണ്. അയ്യോ, നമ്മള് പോയിന്റ്സ് പറഞ്ഞില്ല. അനസക്ക് ഇപ്പൊ 3 പോയിന്റ് ആയില്ലേ? 3. നിങ്ങൾക്ക് 3ആണോ? 1.5 അല്ലേ? അല്ല, അത് ഞാൻ പറഞ്ഞു, കള്ളം പറഞ്ഞു. പിന്നെ ഓക്കെ, അപ്പൊ 3 പോയിന്റ്സ് ആയി. 3.5 അല്ലേ ആയത്? ഉറക്കത്തിൽ വിളിക്കുമ്പോ ഞാനാ ഫസ്റ്റ് പറഞ്ഞാണ് ശരിയല്ല. അപ്പൊ എനിക്ക് നിനക്ക് എത്രയുണ്ട്? 3. എനിക്ക് 2. ഇവക്കൊരു 0.5 ഇടയ്ക്ക് വന്നായിരുന്നു. 3.5ഉം 2.5 ആണ് ഇവർക്ക്. അപ്പൊ എനിക്ക് 2.5 ഉണ്ട്. 2.5 ആണ് അമ്മക്ക് ഇപ്പൊ ഉള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിന്. 1 ഹായ് നന്ന, പിന്നെ ശിക്കാരി ശംഭു, പിന്നെ ഉള്ളത് സീതാരാമം. ഏതാണ്? ഹായ് നന്ന. തന്നെയാണ് എനിക്ക് എപ്പോഴും. എനിക്ക് മടുക്കത്തില്ല ആ സിനിമ കണ്ടാ. ഞാൻ എപ്പോഴും അത് കണ്ടിട്ടിരിക്കും. അത് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു മൂവിയാണ്. വിഷമിക്കണ്ട. അപ്പൊ എത്രയാ? 4.5, 2.5. ഇനി അമ്മക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, വീട്ടില് എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ള ആളാരാണ്? ആരോടാണ്? അനസയോട്. വീട്ടിലുള്ള ഈ വീട്ടിലെ ചുറ്റുപാട് മനുഷ്യരൊന്നും ഇല്ല എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആരാണ്?
ആ അത് ശരിയാ. കുക്കുമ്മ പൂച്ച, മനുഷ്യരെക്കാൾ കൂടുതൽ പൂച്ചയോടാണ്. ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആവുള്ളൂ. അമ്മക്കാണ് അവർക്ക് ഇട്ടിരിക്കുന്നത് 3.5 4.5. എനിക്കറിയാം. കുക്കുമ്മയെ ഞാൻ കുഞ്ഞിലോട്ട് വളർത്തുന്നതാണ്, അതുകൊണ്ട് എനിക്ക് കുക്കുമ്മയോടാണ് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത്. കുക്കുമ്മ അറിയുന്നുണ്ട്. എനിക്കൊരു രഹസ്യം കിട്ടിക്കഴിഞ്ഞാ, ഒരു രഹസ്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആരോടായിരിക്കും ഞാൻ ഫസ്റ്റ് പറയുന്നത്? എന്നോട്. മനസ്സിയോട്. റൈറ്റ്. അപ്പൊ ഇത്ര 4.5. അറിയാം, ഞാൻ പതുക്കെ പറഞ്ഞിട്ടില്ല. നീയല്ല, നീ 3.5, അമ്മക്ക് ഇപ്പൊ 4.5 ആയി. തിരിച്ച അവക്കാണ് 4.5. പറഞ്ഞത് ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് മാർക്കൊന്നും കണക്ക് കൂട്ടുന്നില്ല കേട്ടോ, കാരണം മാർക്ക് അതെ മൊത്തം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ തന്നെ പറയുക എന്നെ കുറിച്ച് ഇവർക്ക് രണ്ടിലും ആർക്കാണ് കൂടുതൽ അറിയാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരുന്ന സബ്ജക്ട് ഏതാണ്? മലയാളം. ഏത് സബ്ജക്റ്റാ? മലയാളം അല്ല. മലയാളം എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അറിയത്ത് പോലും ഇല്ലായിരുന്നു നന്നായിട്ട്. മലയാളം കൊണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്കറിയാം, ഞാൻ പറയാം. ബയോളജി. അമ്മ അല്ല, അമ്മ +1 +2 പറഞ്ഞാൽ ഇതാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് സ്കൂളിൽ പഠിച്ചത്. എനിക്ക് ഏതിനാണ് കൂടുതൽ മാർക്ക് എന്നറിയാവോ? +1 +2 2 സബ്ജക്ട് ഉണ്ട്. ഇംഗ്ലീഷുമാണ്. രണ്ടുപേരും തെറ്റാ. എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നത് അല്ല, ഫിസിക്സിനും മാത്സിനും ആയിരുന്നു ഞാൻ ഡബിൾ പാസ് ഒക്കെ ആയത്. ഓർക്കുന്നുണ്ടോ? ഫിസിക്സും മാത്സും ആയിരുന്നു എന്റെ ഫേവറേറ്റ് സബ്ജക്ട്. ബാക്കിയുള്ള ഒരു സബ്ജക്റ്റിന് എനിക്ക് അതിനേക്കാളും മാർക്ക് കുറവായിരുന്നു, എങ്കിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എങ്കിലും മാർക്ക് കുറവായിരുന്നു. രണ്ടുപേർക്കും തെറ്റി കേട്ടാ. എനിക്ക് ഫ്യൂച്ചറിൽ വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഒരു സ്ഥലം ഏതാ? സ്വിറ്റ്സർലാൻഡ്. ഇവർക്കറിയാം, എല്ലാവർക്കും അറിയാം, പക്ഷെ അമ്മക്ക് പേര് മാറിപ്പോയി. ഓക്കെ, അനസിക്കറിയാം, ഞാൻ എപ്പോഴും റീൽ കാണാറുള്ളത്. കാച്ചു വരെ ഒരു ദിവസം ഞാൻ ചോദിച്ചപ്പോ അവന് സ്പെല്ലിംഗ് അറിയത്തില്ല, സ്വിറ്റ്സർലാൻഡ്. അവൻ അത് പറഞ്ഞു. എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഫേവറേറ്റ് ഫുഡ് എന്താണെന്നറിയാവോ? ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും രാവിലെ കഴിക്കാൻ അത് ഓർഡർ ചെയ്യാറില്ല. ഇവളാദ്യം പറഞ്ഞ, രണ്ടുപേരും കൂടെ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണോ, അത് കാണിക്കുന്ന ആളാണോ, അതാ എനിക്കിപ്പോ ദേഷ്യം വന്നാലും വിഷം വന്നാലും കാണിക്കാതിരിക്കുന്ന ആളാണോ? കാണിക്കില്ല. ദേഷ്യമല്ല, ഇപ്പൊ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഈ വിഷമവും അങ്ങനെയുള്ളവരൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? ഇല്ല, അധികമല്ല. ഞാൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ, അത് ബോൾഡ് ആയിട്ടുള്ള ആളാണോ? ഇതേപോലെ പെട്ടെന്ന് കരയുമോ ഞാൻ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ? ബോൾഡ് അല്ല, സെൻസിറ്റീവ് ഇല്ല. പിന്നെ ആരെങ്കിലും എന്ന് പറയുമ്പോ മുറി വന്നിട്ട്. പിന്നെ ഞാൻ ചോദിക്കാൻ പറ്റുന്നത്, ഇത് അമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ അമ്മ ഞാൻ ഡിവോഴ്സ് ചെയ്യും. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. എന്റെ ബർത്ത് ടൈം എപ്പോഴാണ്? 23/8/2005. ടൈം 8:30. ബർത്ത് ഡേറ്റും ടൈമും കൂടെ തിരിഞ്ഞു പോയതാണ്. 8:30. എനിക്കറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാം, പക്ഷെ ആദ്യം പറഞ്ഞാളോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? അല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തോരുണ്ട്? എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ്? സിംഗിൾ ഓർ കമ്മിറ്റഡ്? ഒരു ഗസ് ചെയ്ത് നമ്മൾ പറയുക. പറഞ്ഞില്ല, സിംഗിൾ. പിന്നെ ഞാൻ ഭയങ്കര ലേസി ആയിട്ടുള്ള ആളാണോ? ലേസി. തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു. എന്റെ ഫേവറേറ്റ് ഫ്ലേവർ സ്വന്തമായിട്ട് എന്റെ ഫേവറേറ്റ് ഫ്ലേവർ ഏതാണ്? റോസോ? ഞാൻ പറയാം. എന്നെ ഓപ്ഷൻ ഇതിന് ഓപ്ഷൻ ഇല്ലേ? ക്ലൂ എന്താ? കൊറേ ഫ്ലവർ ഉണ്ടല്ലോ. സൺഫ്ലവർ, തുലിപ്സ്, പിന്നെ പേരെന്തായിരുന്നു? സൺഫ്ലവർ ഉണ്ട്, തുലിപ്സ് ഉണ്ട്, പിന്നെ തുലിപ്സ് പറഞ്ഞു. എന്റെ സോഷ്യൽ മീഡിയ, എന്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, അതിൽ ഞാൻ തുലിപ്സ് ആണ് ഇട്ടിരിക്കുന്നത്. എന്റെ ഇൻസ്റ്റ ഐഡിയിലാണ് ഞാൻ തുലിപ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. അമ്മ ഇൻസ്റ്റ പോലും ആക്റ്റീവ് അല്ല, എന്നിട്ട് ഇവൾ അതിനെ കണ്ടിട്ട് പോലും ഇവക്ക് അറിയത്തില്ല. ഞാൻ പാവമാണോ അതോ ഭയങ്കരയാണോ? പറയാമേ. രണ്ടും മനസ്സിലൊന്നും ഇല്ല. എല്ലാവരോടൊക്കെ ഇങ്ങനെ പറയും, പക്ഷെ മനസ്സിലൊന്നും ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരാൾക്ക് കുറ്റം ഉണ്ടെങ്കിൽ ഞാൻ അവരോട് തന്നെ അത് പോയി പറയും. അതെ, അല്ലാതെ ഞാനത് അവരുടെ പുറകിൽ ചെന്ന് സംസാരിക്കാറില്ല.
അല്ല അതപ്പൊ നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുമല്ലോ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പറയുമ്പോഴത്തേക്കും. അതുകൊണ്ട് എന്റെ മനസ്സിൽ ആരോടും വൈരാഗ്യമൊന്നും ഇല്ല കേട്ടോ, എല്ലാരും കേൾക്കാൻ വേണ്ടിയാണ് പറയും. ഇപ്പൊ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ നിങ്ങൾക്കറിയാവോ? ആ ഉണ്ടാ ഇവിടോ അതെന്റെ സിസ്റ്റർ എന്നുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതെ, എനിക്കങ്ങനെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ള ആരും അങ്ങനെ ഇല്ല. എനിക്ക് എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇപ്പൊ ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുമെങ്കിൽ തന്നെ അവരുടെ ക്വാളിറ്റീസ് എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയാവും. അങ്ങനെയുള്ള ആളായിരിക്കും ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അറിയില്ല എന്തൊരു ക്യാരക്ടർ വെച്ചിട്ട് അതെന്തൊക്കെയായിരിക്കും നമുക്കറിയാവോ? എല്ലാം തുറന്നു പറയുന്ന ഒരാള്, പിന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ഞാനൊരു കോളിംഗ് പേഴ്സൺ ആണോ? ഞാൻ അങ്ങനെ എല്ലാരും വിളിക്കുന്ന ആളല്ല, മെസ്സേജ് അയക്കാറില്ല. പക്ഷെ പറയാറുണ്ടല്ലോ ചില ഫ്രണ്ട്സിന് അവരെപ്പോഴും വിളിക്കാറുമില്ല. അല്ല അങ്ങനെയല്ല, അത് കണ്ടിട്ട് കുഴപ്പമില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സിനെ തന്നെ അറിയാം. ഞാനിപ്പോ എനിക്ക് എത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അധികം വിളിക്കാറുള്ളൂ. അങ്ങനെയല്ല, എനിക്കിപ്പോ ചാറ്റ് ചെയ്യുന്നതൊന്നും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അവരോട് തിരക്കാനുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് തിരക്കാറുണ്ട്. പിന്നെ അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇടക്കിടക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്ര നേരം സംസാരിക്കും? മണിക്കൂർ നമുക്ക് സംസാരിക്കും. ഐശ്വര്യലക്ഷ്മിനെയൊക്കെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ ഉണ്ട് ആര്യനെന്നും അതെ, ഐശ്വര്യലക്ഷ്മി, ഭാഗ്യ, അവരോടൊക്കെ ഭാഗ്യനെ വർഷത്തിൽ ഒരിക്കലാ വിളിക്കുന്നത്. മണിക്കൂറോടെ സംസാരിക്കണം. അവര് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ 2 മണിക്കൂർ. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അവരൊക്കെ നല്ല ബിസിയാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ എങ്ങനത്തെ ക്യാരക്ടർ ഉള്ള ഒരു ബോയിനെയാണ് പറയുന്നത്. ഓക്കെ, എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എങ്ങനെയുള്ള ആളായിരിക്കും ഞാൻ ഫ്യൂച്ചറിൽ ഇഷ്ടപ്പെടുന്നത്? വീശയില്ലാത്ത ആളെ. അതല്ല എപ്പോഴും പറയാറില്ല മീശ ഇഷ്ടമല്ലെന്ന്. കൊറിയൻ അല്ലെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും മീശ വേണം. കൊറിയൻ സീരീസ് കുറെ കാണുന്നോണ്ട് അതുപോലത്തെ ആൾക്കാരെ വേണമെന്നാണ് ആഗ്രഹം. ഇല്ല, എനിക്ക് അങ്ങനെ ഇല്ല. കൊറിയൻ സീരീസ് കാണുന്ന അവരുടെ ക്യാരക്ടർ വേണം, നല്ല വിദ്യാഭ്യാസം വേണം, വിവരം കിട്ട ആളെ എനിക്ക് ഇഷ്ടമല്ല. അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ള ജോലി ഉണ്ടായിരിക്കണം. എന്നോട് പറഞ്ഞിട്ടുള്ള ജോലി ഉണ്ടായിരിക്കണം നിർബന്ധമാണ്. സീരിയസ് ആയിട്ടുള്ള ഫൗളല്ലേ എന്നെ വേറെ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇവർക്ക് പറഞ്ഞു തന്നിട്ട് അങ്ങനല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാനിപ്പോ ഓരോ കാര്യങ്ങളും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളെ മാത്രമേ താല്പര്യമുള്ളൂ. ഇവിടെ അമ്മയുടെ മാത്രമാണ് കുറച്ച് എന്താ മെച്യൂർഡ് ആയിട്ട് സംസാരിക്കുന്നത്. എനിക്കറിയില്ല, അത് ഓരോ ആൾക്കാരുടെ ലെവൽ അനുസരിച്ചല്ലേ അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരോട് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലെവൽ മനസ്സിലാക്കാമല്ലോ. അപ്പൊ അമ്മ ഇത്തിരി വിദ്യാഭ്യാസമുള്ള ആളാണ്, ഞാൻ ആദ്യം സംസാരിക്കുന്നത്. അതിനനുസരിച്ച് ഒരിക്കലും പറ്റാത്ത കാര്യം. ഞാൻ അങ്ങനെയല്ല കേട്ടോ പറഞ്ഞത്. അതായത് ഇപ്പൊ നല്ലൊരു ജോലിയൊക്കെ ഫ്യൂച്ചറിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അതെ, നമ്മളിപ്പോ ടൈം പാസ് ആയിട്ടുള്ള നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നല്ലൊരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പല്ലേ നമുക്ക് ആവശ്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ കൊറിയൻ സീരീസ് ഞാൻ കാണുന്നത് എനിക്ക് അവരുടെ ലുക്കല്ലേ ഇഷ്ടം, അവരുടെ ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അതായത് ഗ്രീൻ ഫ്ലാഗ്സ് ആണല്ലോ കൊറിയൻ ഡ്രാമയിലുള്ളത്. അതുകൊണ്ട് അത് എല്ലാ ഗേൾസിനും മിക്ക ആൾക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവരുടെ ക്യാരക്ടറാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലാതെ അവരുടെ ലുക്കല്ല. ഓക്കെ, അതൊക്കെ ഇതാ എന്ന് പറഞ്ഞു. ഇപ്പൊ നല്ലൊരാള് വന്നു അതിന് മീശ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാതിരിക്കത്തില്ല. അങ്ങനെ ഓക്കെ, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. എനിക്കൊരു എത്രയാ ഒരു 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം മേടിക്കുന്ന സാധനം എന്തായിരിക്കും? ഐഫോൺ. അതെ, രണ്ടുപേരും കൂടെ ഒന്നല്ല, ഗ്രൂപ്പ് കളിയല്ലേ ഇത്? പറ. ഐഫോൺ. എപ്പോഴും ഫോൺ മേടിക്കണം എന്നുള്ള ചിന്തയാണല്ലോ, അത് വാങ്ങിക്കും. ആദ്യം മേടിക്കുന്നതായിരിക്കും, ബാക്കി എന്തായിരിക്കും? നല്ലൊരു വീട് വെക്കും. ഫസ്റ്റ് ജോലിക്ക് പോയപ്പോ തന്നെ ആദ്യം സാലറി കിട്ടിയപ്പോ ഇടയ്ക്ക് ജോലിക്ക് വരുന്നത് അപ്പൊ തന്നെ ഡ്രസ്സ് വാങ്ങിച്ചു. ആദ്യം വാങ്ങിച്ചു. ഇല്ല, ഞാൻ കുറെ കാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ എക്സാം ഫീസ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് അടിച്ചത്. അതെന്റെ ആഗ്രഹമായിരുന്നു. ഡ്രസ്സ് മേടിച്ചായിരുന്നു. അതൊക്കെ ചെയ്യുമല്ലോ. ഞാൻ ആദ്യമായിട്ട് തല്ല് വാങ്ങിയത് എന്തിനാണ്? പറയും. അച്ഛൻ്റെ അറിയാലോ, അല്ല നമുക്കറിയാലോ. ആദ്യമായിട്ട് അച്ഛൻ എന്തിനാണ് എന്നെ തല്ലിയത്, എന്തിനു വേണ്ടിയാണ്?
ഒറ്റടി അപ്പൊ എന്നെയല്ലോ കട്ടിലിൽ ഞാൻ താഴെ ആദ്യം ഒരു തല്ലി തന്നാണ് കാര്യം അച്ഛന് സങ്കടമുണ്ട് ഇതുകൊണ്ടാണ് പിന്നെ വീണപ്പോ ഒറ്റടി കൊടുത്തു എഴുതി. എത്ര വയസ്സുണ്ടായിരുന്നു പറ? 2 വയസ്സ്. 2 വയസ്സുള്ള കുട്ടിയെ എന്തിനാടി നീ കട്ടിലേന്ന് താഴെ ഇടണമെന്ന് പറഞ്ഞാൽ ഒരടി. ഇവളായിരുന്നു എല്ലാത്തിനും കാരണക്കാരി. എനിക്ക് ഇപ്പഴാണ് അതിന്റെ പിന്നിലെ ചതി മനസ്സിലായത്. ഇവള് കട്ടിലെ തലേണ എന്തോ തിരിച്ചിട്ടിട്ട് പോയി. ഞാൻ അവിടെ ബെഡുണ്ടോന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയി. ഇവള് പാത്ത് കഥകിന്റെ മറ പോയി ഒളിച്ചിരുന്നു. അല്ല, ഞാൻ വീഴാതിരിക്കാൻ തലേണ വെച്ചത്. പക്ഷെ അവൾ അതിന്റെ മേലെ കൂടെ നടന്നു. ഞാനും അനസയും കൂടെ വഴക്കിട്ട് കഴിഞ്ഞാൽ ആരാണ് ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത്? നീ തന്നെ. കുഞ്ഞപ്പനിയാ ഞാനാണ് കോംപ്രമൈസ് ചെയ്യാനുള്ളത്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതാണ് കാര്യം. എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഏതാണെന്നറിയാവോ? എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ജീൻസും ടോപ്പും. റൈറ്റ്, രണ്ടുപേരും ശരിയാണ്. എന്റെ ഫോണിന്റെ പാസ്വേഡ് എന്താണ്? അത് പെട്ടെന്ന് പാസ്വേഡ് ഇടക്കിടക്ക് മാറ്റിയൊന്നും എനിക്ക് അറിയില്ല. ഇടക്കിടക്ക് മാറ്റാറുണ്ട്, അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ എന്നൊരു ചലഞ്ച് ഇവിടെ തീർന്നിരിക്കുവാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക എന്നെ കുറിച്ച് ഇവർക്ക് രണ്ടിലും ആർക്കാണ് കൂടുതൽ അറിയാവുന്നതെന്ന്. നിങ്ങളാണ് മാർക്കിടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും സജഷൻസ്, മുന്നോട്ട് എന്തെങ്കിലും വീഡിയോസിന്റെ കാര്യത്തിൽ സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയേണ്ടതാണ് കേട്ടോ. അപ്പൊ ഓക്കെ, ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.